മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കുടുംബം പോലെ ജീവിച്ചു പോകുന്നതാണ് ഇവിടെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടേവ കണി കാണാ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടേവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടേവ കണി കാണാൻ. മലർമാതിൻ കാന്തൻ. ഹലോ ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രാവിലെ ഞങ്ങള് കണിയെല്ലാം വെച്ചു അമ്പലത്തിലൊക്കെ പോയി. പക്ഷെ രണ്ടാൾക്കും സുഖമില്ല. അതാണ് ഇങ്ങനെ കാണുന്ന മുഖമൊക്കെ കാണുന്ന സമയത്ത് ചോദിക്കുന്നത്. അതെ, എന്താന്നറിയില്ല, ഇന്നലെ കഴിച്ച ഫുഡിന്റെ ആണോ എന്താ അറിയില്ല, കാലാവസ്ഥ തന്നെ മാറ്റാണോ എന്ന് പറഞ്ഞൂടാ. രണ്ടുപേർക്കും വയറിന് സുഖമില്ല. അതെ, വയറിന് സുഖമായ തന്നെ എന്തൊക്കെയോ പ്രശ്നമല്ലേ. പിന്നെ ഛർദിക്കാൻ വരുന്ന, പനിക്കുന്ന, ഇതൊക്കെയുള്ള പ്രശ്നം. പിന്നെ ഇന്ന് രണ്ട് വീട്ടുകാരും കൂടെ ഒരുമിച്ചാട്ടോ ഇന്നത്തെ വിഷു. മേലെയുള്ള ഉണ്ണിയേട്ടനും മീനും അപ്പൊ നമ്മളെ ഫാമിലിയും കൂടി അപ്പം ഒന്നിച്ച് നടത്താന്ന് ഇതില് കണി വെച്ച് പിന്നെ കുളിച്ച് അമ്പലത്തിൽ പോയിണ്ട്. എല്ലാം ഇങ്ങനെ തട്ടിയൊപ്പിച്ച് കൂടെ നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. നമ്മള് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അറേഞ്ച് ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന കൂടി നോക്കാം. മേലെ താമസിക്കുന്ന ഉണ്ണിയേട്ടൻ്റെ നീനുവിൻ്റെ കൂടെയാണ് ഒരു ദിവസത്തെ വിഷു എന്ന് പറഞ്ഞല്ലോ. ഇതുവരെ വന്ന ഓരോ വിഷു ഓരോ ഓണോ ഇങ്ങനെ തന്നെയാട്ടോ കഴിഞ്ഞു പോയത്. ശരിക്കും പറയുകയാണെങ്കിൽ ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ മരുതോങ്കരയിൽ നിന്ന് വടകരയ്ക്ക് താമസിക്കാൻ വന്ന സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് കൂടപ്പിറപ്പുകളെ പോലെ നിന്ന ആൾക്കാരാട്ടോ. നമ്മളെ അയൽവാസികൾ എന്നതിലുപരി സ്വന്തക്കാർ നിൽക്കുന്ന പോലെ ആട്ടോ ഞങ്ങൾ ഇത്രയും കാലം നിന്നേ. ഒരു പക്ഷേ ഇനിയിപ്പം അവർ പുതിയ വീടൊക്കെ എടുത്ത് താമസിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വിഷു ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുമോ, ഓണത്തിന് ഒരുമിച്ചുണ്ടാകുമോ എന്നൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും ഒരു പക്ഷേ ഞങ്ങളെ ലാസ്റ്റ് ഒരുമിച്ചുള്ള വിഷു കേട്ടോ. അപ്പോൾ ചോറിന് സാമ്പാറും ഇപ്രാവശ്യം നല്ല അടിപൊളി ഉണ്ണിയേട്ടൻ്റെ വകയുള്ള മീൻകറിയും പിന്നെ കല്ലുമ്മക്കായി കറി ഉണ്ടല്ലോ, അതും ചിക്കൻ പൊരിച്ചതെല്ലാം ഉണ്ടായിരുന്നേ. പിന്നെ സേമിയോ പായസം, ഇതൊക്കെ ഉണ്ടാക്കിയത് നീനു ആണേ. ഞാൻ പറഞ്ഞല്ലോ, ഞാനാകെ ചിക്കൻ പൊരിച്ചതും ഒരു സാമ്പാറും ഒരു പച്ചടി ഉണ്ടാക്കി, ബാക്കിയൊക്കെ നീനുവിൻ്റെ വകയായിരുന്നു. സാമ്പാറും പച്ചടിയും പ്രത്യേകം പറയേണ്ട, അത് നമ്മളെന്നും ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കല്ലുമ്മക്കായിൻ്റെ കറി എന്ന് പറയുന്നത് അടിപൊളി കറിയായിരുന്നു കേട്ടോ, തേങ്ങ അരച്ച് വെച്ച്. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് പക്ഷെ ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നുള്ളൂ. എല്ലാം റെഡിയായി വരുന്നുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാന്ന് വെച്ചാല് പറഞ്ഞോളൂ കുഞ്ഞു, ബർത്ത്ഡേ ആയില്ലേ, അപ്പൊ ഗിഫ്റ്റ് ഒരാൾ അയച്ചു കൊടുത്തിട്ട് സിദ്ധുവിന്റെ ബർത്ത്ഡേ സമയത്ത് സിദ്ധു ഗിഫ്റ്റിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു വെൽവിഷർ അയച്ചു തന്നാണ്. പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധനം. ഇത് ഇതുപോലത്തെ കുഞ്ഞുവിനും സിദ്ധുവിനും ഇതേപോലത്തെ ഒരു ബാഗുണ്ട്. പിന്നെ നമുക്ക് ദേവുനും എനിക്കും പിന്നെ പ്രതിക്കും ഉള്ള സ്പ്രേ ഉണ്ട്, ഒരു 4 ഫ്ലേവറിലുള്ള. പിന്നെ ഇതാ ചോക്ലേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ സിദ്ധുവിന് എന്തായാലും മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അവർക്ക് ഒരുപാട് താങ്ക്സ് പറയാണ്.
എനക്കും കിട്ടി. അതെന്താന്ന് വെച്ചാല് പേര് പറയുന്നതിനോട് പ്രത്യേകം പറയുന്നതാണ് പറയാത്തത് അല്ലേ? അതെ അതെ. പിന്നെ ഒരു ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടാണ്, പക്ഷെ ഇത് ഒരുപാടായി. എല്ലാവർക്കും കൂടി നമ്മുടെ കുടുംബത്തിന് മൊത്തം ആ ഒരു സ്നേഹം ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അത് ഒരാളിങ്ങനെ തരും. അതെ, നമുക്കത് ഇഷ്ടത്തോടെ അറിഞ്ഞ് സ്നേഹിച്ച് തരുന്ന സമയത്ത് ഒരു ഒരുപാട് വലുതുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പം ഞാൻ എല്ലാരുടെ വകയിലും ദേവുവിന്റെ വകയിലും എന്റെ വകയിലും താങ്ക് യു. എനിക്കും അയച്ചല്ലോ അതിന്റെ ഇടയിൽ കൂടി. ദേവാണ് ഫോണ് പിടിച്ചത്. അപ്പൊ ഇന്നത്തെ വിഷുവിന്റെ വിഷുവിന്റെ അടുപ്പിച്ച് കിട്ടുകയും ചെയ്തു. വിഷുവിന്റെ ഒരു വന്നിട്ടോ ഇന്നലെ വന്ന് ഇന്നലെ വന്നു. അപ്പം വിഷുവിന്റെ ആ ഒരു ഗിഫ്റ്റും കൂടി ആയി. അങ്ങനെ ഈ കൊല്ലത്തെ വിഷു ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ പ്ലാനൊക്കെ ഉണ്ടായോ വിഷു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇന്ന് പോകണമെന്നൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ല, ആ ക്ഷീണത്തിന്റെ കാര്യമൊക്കെ ഇട്ടുണ്ട്, എവിടെയും പോയിട്ടൊന്നുമില്ല. നല്ലോണം കടന്നുറങ്ങി. നല്ല കടന്നുറങ്ങി. ക്യാമറാമാൻ കുഞ്ഞ്, അതാണ് കുഞ്ഞിനെ കാണാത്തത്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വിഷുവിന്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിപ്പോൾ മലയാള മാസത്തിൽ ഇത് പുതുവർഷമാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പുതുവത്സര ആശംസകളുണ്ട്. പിന്നെ ഇനി അങ്ങോട്ടെന്നല്ലേ ഇപ്പം കൂടുതലുള്ള പോലെ തന്നെ ഇനി അങ്ങോട്ടും നിങ്ങളെ ഫുൾ സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.